അങ്ങനെ അലീനയെ വീട്ടിലാക്കിയിട്ട് സ്റ്റാൻലിയുടെ വീട്ടിലാക്കിയിട്ട് ബാലചന്ദ്രൻ തിരിച്ചു പോവുകയാണ്. പിന്നീട് അങ്ങോട്ട് അലീന ഒറ്റയ്ക്കാണ്. ആകെ ഒറ്റപ്പെട്ടതുപോലുള്ള അവസ്ഥയാണ് അലീനയ്ക്കുള്ളത്. അങ്ങനെ നമ്മുടെ അവിടെയുള്ള പണിക്കാരോടൊക്കെ സ്റ്റാൻലി അവൾക്കൊരു കൂട്ട് കൊടുക്കണമെന്നും അവളെ സങ്കടപ്പെടുത്തരുത് എന്നും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം, അവളുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ കേണൽ സാറിന് എന്തോ പറ്റി, ഇതാരാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇതാക്കാൻ, ഇത്രയും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കണമെങ്കിൽ ഈ കേണൽ സാറിന് ഈ കൊച്ചിനുമായിട്ട് എന്തോ ബന്ധമുണ്ടല്ലോ എന്നൊക്കെ അവരുടെ മനസ്സിലോട്ട് ഇങ്ങനെ വരികയാണ്. അതേസമയം അലീനയാണെങ്കിൽ എൻ്റെ പപ്പയുടെ വീടാണല്ലോ, എൻ്റെയും കൂടെ വീടാണല്ലോ, ഞാൻ എൻ്റെ പപ്പയുടെ കൂടെ ആദ്യമായിട്ടാണല്ലോ നിൽക്കുന്നത് എന്നൊക്കെ ഉണ്ട്, മനസ്സിലുണ്ട്. പക്ഷെ അതേസമയം അച്ഛൻ തന്നെ വിട്ടു പോയതിലും ബബിതയെയും അതുപോലെ കൃഷ്ണമോളെയും രോഹിത്തിനെയും ഒക്കെ വല്ലാണ്ട് മിസ് ചെയ്യുകയും അവരെ ആലോചിച്ച് കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്താണ് സ്റ്റാൻലി അലീനയുടെ അടുത്തോട്ട് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇവിടെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത്, വീടും അന്തരീക്ഷവും ഒന്നും ഇഷ്ടമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അവിടെ നിന്ന് വന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ അവരെ ഇപ്പോൾ പിരിഞ്ഞ് നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ചായല്ലോ അവരുടെ കൂടെ നിൽക്കുന്നത്, അവരൊത്തിരി എന്നെ സ്നേഹിച്ച് തുടങ്ങുകയായിരുന്നു, എൻ്റെ അച്ഛനൊരു പാവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീനയ്ക്ക് അച്ഛൻ എന്ന് പറയുന്ന സമയത്ത് അലീനയ്ക്ക് സ്റ്റാൻലിയുടെ മുഖത്തേക്ക് ദയനീയമായിട്ട് നോക്കുകയാണ്. എന്നിട്ട് പപ്പ, എൻ്റെ പപ്പയാണല്ലോ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അല്ലേ, പപ്പയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, പക്ഷേ ആ ഒരു സ്നേഹപ്രകടനമൊന്നും എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല പപ്പ എന്നൊക്കെ സ്റ്റാൻലിയോട് സംസാരിക്കുന്നുണ്ട്. അത് സാരമില്ല, നീ പതിയെ ഓക്കെ ആയിക്കോളും, എന്തായാലും 23 വർഷം ഞാൻ കാത്തുവെച്ച സ്നേഹം എനിക്ക് നിനക്ക് തരാനുണ്ട്, അത് മുഴുവൻ എനിക്ക് നിനക്ക് തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എന്നെ ഒന്ന് സ്നേഹിക്കണമെങ്കിൽ ഇനി പപ്പയ്ക്ക് എന്തൊക്കെ തരണം ചെയ്യണമല്ലേ, എന്നെ പെട്ടെന്ന് അങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ പപ്പയ്ക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറ്റും, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് പേടിയൊന്നുമില്ല, വ്യക്തമായിട്ടുള്ള തീരുമാനം എൻ്റെ മനസ്സിലുണ്ട്, അതുപോലെ തന്നെ നടക്കണം എന്നൊക്കെ സ്റ്റാൻലി പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അലീനയുടെ കണ്ണുകൾ നിറയുകയായിരുന്നു. അപ്പം എന്താ പറ്റിയത് മോളെ എന്നൊക്കെ പറയുമ്പോൾ, അത് പിന്നെ പപ്പ, ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാനും എൻ്റെ അമ്മയുടെ കൂടെ നല്ലതുപോലെ എല്ലാം അറിഞ്ഞ് അമ്മ എന്ന് വിളിച്ചിട്ട് കഴിയാനുമാണ്. പക്ഷെ അതെനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കാത്തൊരു കാര്യമാണ് എനിക്ക് ദൈവം തന്നത്, എൻ്റെ പപ്പയ്ക്ക് ഒത്തിരി സ്നേഹമാണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി എൻ്റെ ഏക ആഗ്രഹം എന്ന് വെച്ചാൽ പപ്പയുടെയും അമ്മയുടെയും നടുക്ക് നിന്നൊരു ഫോട്ടോ എടുക്കണം, എനിക്ക് എപ്പോഴും എക്കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഒരു ഫോട്ടോ, അതെനിക്ക് പപ്പ നടത്തി തരണം കേട്ടോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അതെങ്ങനെ നടക്കും അലീന, അത് പെട്ടെന്നൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, അതിനുള്ള അവസരമൊക്കെ ഞാൻ ഉണ്ടാക്കി തന്നോളാം, പപ്പ എനിക്കത് സാധിച്ചു തന്നാൽ മതി, എൻ്റെ ഈ ഒരു ആദ്യത്തെ ആഗ്രഹമല്ലേ ഞാൻ പപ്പയോട് പറയുന്നത്, എൻ്റെ പപ്പ എനിക്ക് സാധിച്ചു തരണം എന്നൊക്കെ ഇങ്ങനെ ദയനീയമായിട്ട് അലീന പറയുകയാണ്. അപ്പം ആ ഒരു സമയത്ത് സ്റ്റാൻലി, ഇതിനിപ്പോൾ എൻ്റെ മകൾ എന്നോടൊരു ആഗ്രഹം പറഞ്ഞു, ഇതെങ്ങനെ ഞാൻ ആദ്യമായിട്ട് സാധിച്ചു കൊടുക്കും, വൈജയന്തിയെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് എന്നെ മനസ്സിലാവുമല്ലോ, പിന്നെ എങ്ങനെയാണ് സാധിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ടെൻഷനിലും സങ്കടത്തിലുമാണ് സ്റ്റാൻലി നിൽക്കുന്നത്. പക്ഷേ എൻ്റെ മകൾ എന്നോടൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനവും സ്റ്റാൻലി എടുക്കുകയാണ്.